എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിഴി റിയാക്ഷനാണ് എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. എന്താ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഹിന്ദി വേർഷൻ അങ്ങ് ലീക്കായി എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒഫീഷ്യലായിട്ടുള്ള സംഭവം പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് വന്നപ്പോൾ അപ്പം മുതൽ കൈ ധരിക്കാൻ തുടങ്ങിയതാ. കാണാനല്ല, ഏത് പന്ന പട്ടിയാണ് ഇപ്പൊ ഈ നേരത്തെ ഈ സാധനം പുറത്തിറക്കി വിട്ടതെന്നാണ് മനസ്സിൽ വന്നത്. സത്യം കേട്ടോ. അതായത് മലയാളത്തിൽ ഒരുപാട് ലീക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ ലീക്ക് ഇതാണ്. സത്യമായിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതെ, എമ്പുരാൻ സിനിമേന്റെ ട്രെയിലർ ഇങ്ങനെ ഒരു ലീക്ക് പുറത്ത് വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഒരു ഫോൾട്ട് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എന്താണെങ്കിലും എവിടെ നിന്നാണ് ഇത് ലീക്കായെന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്തായാലും ഹിന്ദി വേർഷനാണ് ലീക്കായിട്ടുള്ളത്. ഹിന്ദിയാണ് പുറത്ത് വന്നിട്ടുള്ളത്. ആദ്യം ഇതൊക്കെ നമുക്ക് മെസ്സേജ് അനുസരിച്ച് മനസ്സിലായതാണ്. ഞങ്ങളിത് കണ്ടിട്ടില്ല. ഇത് വന്ന സമയത്ത് തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ലീക്കായി എന്ന് പറഞ്ഞിട്ട് അപ്പോഴും നമുക്ക് വിശ്വാസം ഇല്ലായിരുന്നു കേട്ടോ. അതെ അതെ, രാത്രി 12 മണിക്കാണ് അയച്ചു തരുന്നത്. പറ്റിക്കാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് ലീക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല, നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഗോകുലത്തിന്റെ ഒഫീഷ്യൽ പേജിൽ ചാനലിൽ തന്നെ വീഡിയോ വന്നതായിട്ട് കാണിച്ചിട്ട് തമിഴ്, മലയാളം, തെലുങ്ക് അങ്ങനെ എല്ലാ സാധനവും ഒരുമിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയണം. അതിനുള്ള ത്രില്ലിലാണ്. 3 മിനിറ്റും 51 സെക്കൻഡുമാണ് ഇതിന്റെ ഡ്യൂറേഷൻ ഉള്ളത്. എന്തായാലും ട്രailer എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. സത്യമായിട്ടും ആ തെണ്ടിനെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ടു തരണേ. ഇത് ലീക്കാക്കിയത് എന്നിട്ട് വേണം. തൽക്കാലം കുഴപ്പമില്ല, കാണാം. നിവർത്തിയില്ലല്ലോ. പണി രാത്രി തന്നെ അങ്ങ് തീർത്തു. അല്ല, പിന്നെ ചെയ്യേണ്ട പണി നമ്മൾ ഏത് രാത്രിയാണ് നമ്മൾ ചെയ്തിട്ടേ പോകും. അത്രേ ഉള്ളൂ. അത് ഇതിന്റെ മുമ്പ് എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ ഭീഷ്മപർവ്വത്തിന്റെ ട്രailer ഇതുപോലെയായിരുന്നു. പുഷ്പ, പിന്നെ പുഷ്പന്റെ കുറച്ച് ലേറ്റ് ആയിരുന്നുള്ളൂ. ലീക്ക് ആയിട്ടില്ല. പുഷ്പന്റെ ലേറ്റ്, പക്ഷേ ലീക്ക് ആയിട്ടില്ല, ലേറ്റ് ആയി. നൈറ്റിലാണ് നമ്മൾ ചെയ്തത്. നൈറ്റാ ചെയ്തത്. പിന്നെ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, എന്തായാലും നമുക്ക് ഒഫീഷ്യൽ ട്രailer കാണാം. ഏറ്റവും വലിയ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ട്രailer കാണാം. ഒന്നൊന്നര മുതലായിരിക്കൂലേ? സൗണ്ടില്ലേ? എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. ഓ, അടിപൊളി ഡയലോഗാണല്ലോ. പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെ, ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നു. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. और राजनीति एक धंधा है हमारे देश में. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. खाने के लायक ही नहीं, पर शुरू से वो एक नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേൾക്കുന്നത് ഡ്രാഗൺ സ്റ്റീഫൻ, where is he now? Now you're going live. 5, 4, 3. ഏതൊക്കെ സ്ഥലം കാണിക്കുന്നത്? ഞങ്ങളുടെ സ്വന്തം सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ മൂവ് തമോഗോളങ്ങളുടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സെറിങ്ങനെ പേടിക്കുന്നത്? നമ്മളറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. പേടിപ്പോകുന്നുണ്ടോ അങ്ങോട്ട്? ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യും. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കുക. ദൈവപുത്രൻ ഇത് സാധനം കേട്ടോ. Zaid Masood. We have to end this war. So Stephen, come back. Save your man.
ഓ ജംഗിൾ പോലെ മറ്റേ സാധനമാണോ? അതെ അത് മറ്റേ But answer this one question. Who are you really? ലൂസിഫർ. സാധനമൊക്കെ ലീക്കാക്കിയാനുണ്ടല്ലോ സാധനം. എന്താ ട്രailer, ഒരു പ്രത്യേക മൂഡ്, എന്താ ബീജം അളിയാ. 4 മിനിറ്റ് ട്രെയിലർ. എവിടെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ലാഗ് അടിച്ചോ? ലാഗോ? ഇത് കണ്ട് ഞെട്ടി തരിച്ചിരിക്കണോടെ. ഈ പൃഥ്വിരാജിനെ ഇവിടെ നിർത്തിയാൻ പോരാ, ശരിക്കും അങ്ങ് പറഞ്ഞയക്കണോ? ആരോ പറഞ്ഞില്ലേ പൃഥ്വിരാജ് ഇവിടെ ഒന്നും അല്ല ശരിക്കും നിക്കണ്ട ആള് എന്നുള്ളത്. അത് സത്യം കേട്ടോ, സത്യം. എന്തൊരു ക്വാളിറ്റിയാണ് സാധനം. ട്രെയിലർ ഇങ്ങനെയാണെങ്കിൽ സിനിമ എന്തായിരിക്കും? ഞാൻ 2 ഡയലോഗ്, ഒരെണ്ണം നമ്മുടെ അച്ഛൻ പറയുന്നതും മറ്റൊന്ന് ലാലേട്ടൻ പറയുന്ന ഡയലോഗും ഞാൻ മനസ്സിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ്. അതായത് ദൈവപുത്രൻ എന്ന് പറഞ്ഞ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ജതിൻ രാംദാസ് ആണ്. ജതിൻ രാംദാസ് തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആശ്രയിക്കുന്നത് എവിടെയായിരിക്കും? ഡെവിളിന്റെ അടുത്ത്. അതാണ് പറയുന്നത് ഒന്ന്. പിന്നെ ഇതിന്റെ മുന്നേ പറയുന്ന ഡയലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ എന്തോ ഒരു പൂവിന്റെ ഒരു പേര് പറയുന്നുണ്ട്. കാമ്പാണെന്നോ പൂവിന്റെ അങ്ങനെ മൊട്ടാണെന്നോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് പറയുന്നത്. ആ സാധനമാണെന്നാണ് പറയുന്നത്. അതിനുശേഷം വൈറ്റും ഇട്ടിട്ട് ലാലേട്ടൻ അങ്ങ് കാണിക്കണം. എന്താ ക്ലാസ് ഷോട്ട്, എന്താണ് അതിന്റെ ഒരു ഫീല്. സത്യമായിട്ടും വെയിറ്റ് ചെയ്യാൻ വയ്യാട്ടോ ഈ സിനിമയ്ക്ക് വേണ്ടി. അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയാണല്ലോ ഇത് ഇവിടെ ഇപ്പം കേരളം ഇങ്ങനെ ആഘോഷിക്കുന്ന ഈ സിനിമയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അഭിമാനമാണ്. ഈ 3.25 മിനിറ്റ് അല്ലെ 3 മിനിറ്റും 51 സെക്കൻഡും ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു കോൺഫിഡൻസ് വരുവാണ്. സിനിമ ഞെട്ടിച്ചിരിക്കും. ഏത് ലെവലായിരിക്കും അത് മറ്റുള്ള മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല, ഏത് ഇൻഡസ്ട്രീനെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. അത് നമുക്ക് പിന്നീട് ഡീകോഡിങ് ചെയ്യാം കേട്ടോ. അതായത് ആ ചെറുപ്പക്കാരനായിട്ട് ആരാണത്? അത് എനിക്ക് തോന്നുന്നു ഇന്ദ്രിയത്തിന്റെ ക്യാരക്ടർ തന്നെ അല്ലേ, ആണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മറ്റുള്ളവരെല്ലാം ഒരേ ഏജിൽ വരുന്നുണ്ട്, പ്രായം കുറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ലാലേട്ടനാണെങ്കിലും പൃഥ്വിരാജാണെങ്കിലും ഒക്കെ ഒരേ ഏജിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ വരുന്ന ഗോവർദ്ധന്റെ ക്യാരക്ടർ ആയിരിക്കാം മിക്കവാറും. കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കോസ്റ്റ്യൂം ഒക്കെ പക്ഷെ ഇന്ത്യയാണ് ബാക്കിൽ എഴുതിയുള്ളത്. അതൊരു സത്യമാണ്. അവന് അവിടെ എന്തെങ്കിലും ഇനി ആ കണക്ഷൻ ഉണ്ടോ? ഇനി ശരിക്കും ഗോവർദ്ധൻ മറ്റേ ചേട്ടനാണോ പറയാൻ പറ്റൂലോ. റിയൽ ലൈഫ് പോലെ എങ്ങനെയാണ് കൊണ്ടുവന്ന് വെച്ചേക്കണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു സ്റ്റൈലും ആളുടെ കോസ്റ്റ്യൂമും ഗ്ലാസും ഒക്കെ കാണുമ്പോൾ, അതായത് ഗ്ലാസ് വെച്ചിരിക്കുന്നൊക്കെ കാണുമ്പോൾ കറക്റ്റ് ഇന്ദ്രിയത്തിന്റെ ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത്. പിന്നെ റെഡ് ഡ്രാഗൺ അത് ബ്ലാക്ക് ഷർട്ടിട്ടാണ് കാണിച്ചിട്ടുള്ളത്, ബാക്ക് സൈഡ് മാത്രം. അത് ഡോൺലി അല്ല, എന്തായാലും ഡോൺലി അല്ല, കണ്ടിട്ട് റിക്യൂൺ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? മിക്കവാറും പാർട്ട് 2 റിക്യൂൺ ആയിരിക്കും. നിങ്ങൾ ഒരു വർഷം കൂടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമയം തരണം, അടുത്ത പാർട്ടിൽ ബാക്കി വെക്കണം. അതെ, അടുത്ത പാർട്ടില്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വിഷമാവും. അടുത്ത പാർട്ടില് ഡോൺലി വരും. അപ്പൊ നിങ്ങൾ ഖേദിക്കും, എന്തിനാണ് ആ പാവം പിടിച്ചവന്മാരെ നമ്മള് തീർത്ത്. സത്യമായിട്ട് പറഞ്ഞതാ. എന്തൊക്കെയാണെങ്കിലും ട്രെയിലറാണ്. നോക്കിക്കോ, മലയാള സിനിമയെ കണ്ടിട്ട് മറ്റ് ഇൻഡസ്ട്രിക്കാർ ഞെട്ടും.
വേറൊക്കും പ്രത്യേകിച്ച് ഇതിന്റെ ക്വാളിറ്റി, അതായത് പ്രൊഡക്ഷൻ ക്വാളിറ്റിയും എല്ലാ പരിപാടിയും വേറെ ലെവലാ. ഓരോ ഷോട്ടുകളും അതാണ്, ഓരോ ഷോട്ടും ഓരോ സീനുകളും ഇത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നേ. ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഏതൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴും നമുക്കറിയാം. ചില എഡിറ്റിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം മനസ്സിലായി എന്താണ് ചെയ്ത് വെച്ചേക്കണേ തോന്നും. പക്ഷെ മലയാളത്തിൽ നിന്ന് ഈ ഒരു സാധനം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രെയിലർ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? നോ മോനെ നോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. അത്രല്ല.